ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുക്കാരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നേ ഒരു ഞായറാഴ്ചയാണേ. ഇന്ന് ഒരു പൊതിച്ചോറ് കൊടുക്കണേ ഹോസ്പിറ്റലിലേക്ക്. DYFI പാർട്ടിക്കാരുടെ ഇല്ലേ, അത് ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീറ്റ്. 6 മണി ആയിട്ടേ ഉള്ളൂ. എന്താ നോക്കേ, പുറത്തൊക്കെ നല്ല ഇരുട്ടാണേ. രാവിലെ തന്നെ എണീറ്റിട്ട് ചോറൊക്കെ വെച്ചാലല്ല 10 മണിയാകുമ്പോൾ അവർ വരുവേ. അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ എണീറ്റ് തന്നെ. പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അരി അങ്ങ് അടുപ്പത്തിടാം. അടുപ്പൊക്കെ ഒന്ന് ഒരുക്കി വൃത്തിയാക്കി നമുക്ക് ചോറിനുള്ള വെള്ളം അങ്ങ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് ചോറ് അരി അടുപ്പത്തിടാമല്ല. പിന്നെ അന്നേരമാണെങ്കിൽ അരി വെന്താൽ നമുക്ക് ആ അടുപ്പിനകത്തോട്ട് കറികളും ഒക്കെ വെക്കാമല്ലോ. അത് കാരണം ഞാൻ രാവിലെ എണീറ്റ് അങ്ങ് അരി അടുപ്പത്തിട്ടതേ. വലിയൊരു കലമാണ് വെച്ചേക്കുന്നത്. സാധാരണ ഞാൻ കൊച്ചു കലത്തിലാണ് ചോറ് വെക്കുന്നത്. ഇന്ന് അധികം ഇച്ചിരി അരി ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു വലിയ കലമാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. പിന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണേ. അതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ചോറിനുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ. ഇന്നലെ രാത്രിയാണേ വന്ന് പറഞ്ഞത്. അത് കാരണം തോനെയും മീനും മുട്ടയും അതൊന്നുമില്ല. വറുക്കാനുള്ള മീനും മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനും മുട്ടയും ഒന്നുമില്ല. പിന്നെ വീട്ടിലുള്ള ഇച്ചിരി ചെറിയ ചാളയുണ്ടല്ലോ, അതുണ്ട്. അത് പീര വറ്റിച്ച് ചമ്മന്തിയും തോരനും മോരുമൊക്കെ കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഒത്തിരി നേരം നിന്നേ ഈ ചപ്പാത്തി കുഴയ്ക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതിയേ. അപ്പോൾ പെട്ടെന്ന് നല്ല പഞ്ഞി പോലാവും. അത്ര ഒത്തിരി ഇട്ട് കുഴയ്ക്കേണ്ടി വരത്തില്ല. സാധാരണ ഞാൻ പച്ചവെള്ളത്തിലാണേ കുഴയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഗ്രീൻ പീസ് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തലേന്ന് വെള്ളത്തിയിട്ട് വെച്ചിരുന്ന അത് വേവിച്ച് മാറ്റിയിട്ട് ആ കുക്കറിൽ തന്നെയാണ് ഞാൻ ബാക്കി വെജിറ്റബിളും കൂടെ അങ്ങ് വേവിച്ചെടുക്കുന്നത്. ഞാനാണെങ്കിലേ പിന്നെ ഒത്തിരി പാത്രം അങ്ങ് ഓരോന്ന് വെക്കാൻ ഓരോരോ പാത്രം എടുക്കത്തില്ല. അപ്പോൾ ഒരെണ്ണം വേവിച്ച് കഴിഞ്ഞിട്ട് അത് ഒഴിയുകയാണെങ്കിൽ അതിനകത്ത് തന്നെ അങ്ങ് കഴുകി അങ്ങ് വെക്കുവേ. ഈ കുക്കറിൽ തന്നെ പിന്നെ ബാക്കിയും കൂടെ ഞാൻ വേവിക്കുന്നത്. ഈ ഗ്രീൻ പീസ് കറിക്കകത്തേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് ഈ സവാള ഇട്ടൊന്ന് വഴറ്റണം. സവാള ഒന്ന് ഒരു ചെറുതായിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് വാടിയാൽ മതി. ഒന്ന് വാടി കഴിയുമ്പം നമുക്ക് മറ്റ് വെജിറ്റബിൾ ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. അത് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ബീൻസും കോളിഫ്ലവറും ഒക്കെ ഇതിൽ ചേർക്കാം. പക്ഷേ അതൊന്നും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ല കേട്ടോ. എൻ്റെ ഉള്ള വെജിറ്റബിൾ മാത്രമേ ചേർത്തുള്ളൂ. അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊരു വിസിൽ ഏൽപ്പിക്കണേ. അപ്പോൾ ഒരു വിസിൽ കേട്ടാൽ മതി, അപ്പോഴത്തേക്ക് അത് വെന്തോളും. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കണേ. അരപ്പിന് വേണ്ടി ഞാനാണെങ്കിൽ ഇച്ചിരി തേങ്ങയും, ഇത് പെരിഞ്ജീരകമാണേ, വലിയ ജീരകം. ഞാൻ പെരിഞ്ജീരകവും ഏലക്കയും മാത്രമേ സ്പൈസസ് ആയിട്ട് ചേർക്കത്തുള്ളൂ ഇതിനകത്ത് ഗ്രീൻ പീസ് കറിക്ക്. പിന്നെ ഇത് അണ്ടിപ്പരിപ്പാണേ, അതൊരു 10-15 അണ്ടിപ്പരിപ്പുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ തേങ്ങ ചേർക്കാൻ. എരിക്ക് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. അത് ഞാൻ വെജിറ്റബിൾ ഇട്ടപ്പം തന്നെ അതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പച്ചമുളക് അരച്ചൊന്നുമില്ല. അപ്പോഴത്തേക്ക് വിസിലൊക്കെ പോയിട്ടുണ്ട്. ഈ അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നില്ലേ ഗ്രീൻ പീസ്, അതും കൂടെ അങ്ങ് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചാൽ മതിയേ. അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി എല്ലാം അങ്ങ് പരത്തി വെക്കാം. അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചപ്പാത്തി പരത്താൻ നിന്നാൽ സമയം ഒത്തിരി അങ്ങ് പോകും. അതുകൊണ്ട് ബാക്കി പണി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ചപ്പാത്തി എല്ലാം അങ്ങ് പരത്തി മാറ്റി വെച്ചേ. പിന്നെ ചുടുന്നത് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറാകുമ്പോഴേ ചുടുന്നുള്ളൂ. പരത്തി അങ്ങ് വെച്ച് അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പകുതി ജോലി ഒതുങ്ങി. അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി പരത്തൽ വലിയൊരു ജോലിയാണ്. അപ്പോഴത്തേക്ക് അരിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ആ അടുപ്പിലോട്ടേ ഈ കറി അങ്ങ് വെക്കാം. കറിയല്ല, ഞാൻ ഇതങ്ങ് പീര വറ്റിക്കുകയാണ് ചെയ്യുന്നത്. പീര വറ്റിക്കുക എന്ന് വെച്ചാൽ തോരനൊക്കെ ഇച്ചിരി കൂടെ ഒരു നനവ് വേണം പീര വറ്റിക്കുന്നതിന്, ഒത്തിരി വെള്ളം പോലല്ല. അതിനകത്ത് ഞാൻ വലിയൊരു കഷ്ണം ഇഞ്ചിയും
പിന്നെ ഒരു പിടിയോളം ചുമന്നുള്ളിയാണ്, കൊച്ചുള്ളി, പിന്നെ തക്കാളി, ഒരു തക്കാളിയും ആവശ്യത്തിന് പച്ചമുളകും കണ്ടിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് അരപ്പെന്ന് പറയുന്നത് തേങ്ങയും പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും. അതിനകത്ത് മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതൊന്നും ചേർക്കത്തില്ലേ പീര വറ്റിക്കുന്നതിന്? ഞങ്ങളിവിടെ ചേർക്കത്തില്ല. നിങ്ങൾ ചേർക്കുമോയെന്ന് എനിക്കറിയത്തില്ല. ചേർക്കുമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോ കേട്ടോ, എങ്ങനെ നിങ്ങൾ പീര വറ്റിക്കുന്നതെന്നേ. ഞങ്ങൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ. പിന്നെ അതൊന്ന് നമ്മൾ കറിക്കരയ്ക്കുന്ന പോലെ അരയ്ക്കേണ്ട, നമ്മൾ തോരനൊക്കെ ഒതുക്കത്തില്ലേ അതുപോലെ ഒതുക്കിയെടുത്താൽ മതി. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം, ഒത്തിരി കറിയുടെ അത്രയും വെള്ളം ചേർക്കണ്ട, കുറച്ചൊന്ന് വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം. എന്നാൽ തോരനേക്കാൾ ഇച്ചിരി കൂടെ ഒരു ചെറിയ നനവ് കൂടെ കാണും. ഇനി ആവശ്യത്തിന് പുളിയും, ഞാൻ വാളംപുളിയാണ് ചേർത്തേ, കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് കൈ വെച്ചൊന്ന് യോജിപ്പിക്കണേ. നമ്മൾ കൈ വെച്ച് യോജിപ്പിക്കുമ്പോഴാണ് അതൊരു ടേസ്റ്റ് കേട്ടോ, അതുകൊണ്ട് കൈ വെച്ച് യോജിപ്പിക്കണം. എന്നിട്ട് ഞാനങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ആ സമയത്തെ അതിനു മുമ്പ് ഞാനെങ്കിലേ അമരക്കയും വൻപയറും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. വൻപയർ വേവിച്ചിട്ട് ഒരു വെന്ത് ഇറക്കിയിട്ട് പിന്നെ അതിനകത്തിട്ട് അമരക്കയും കൂടെ ഇട്ട് ഒരു വിസിലൂടെ കേൾപ്പിക്കുക. അപ്പം അത് ഞാനങ്ങ് ഉപ്പേരിയാക്കാം, ഉപ്പേരി അല്ല തോരനാക്കാമെന്ന് വെച്ചേ. തോരൻ അരയ്ക്കുന്ന അറിയാമല്ലേ, മുളക് പൊടിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർത്തത്. ഇനി ഞാനേ ഒരു അച്ചാറുണ്ടാക്കുവേ, മാങ്ങ അച്ചാർ. രാത്രിയിൽ ഞാൻ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കടുവും ഉലുവയാണേ വറുത്ത് പൊടിക്കാൻ വേണ്ടി. അത് പിന്നെ മിക്സിയുടെ ജാറിയിട്ട് പൊടിക്കാൻ വേണ്ടിയില്ല, അതുകൊണ്ട് ഞാൻ കല്ലിനകത്ത് വെച്ച് പൊടിച്ചെടുത്തേ. പിന്നെ പച്ചെണ്ണയ്ക്കകത്താണ് അച്ചാറിടുന്നത്. അതിനകത്ത് 2 വറ്റൽമുളകും ഇഞ്ചിയും ഒന്നും വഴണ്ട് വരുമ്പം വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കണം. അതും കൂടെ ഒന്ന് വഴണ്ട് വരുമ്പം നമുക്ക് പിന്നെ കറിവേപ്പില ഇട്ട് പൊടികളെല്ലാം ചേർക്കാം. പൊടികളെന്ന് പറയുമ്പം മുളക് പൊടിയും ഞാനൊരു 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി തോനെ അച്ചാറുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കും, മഞ്ഞൾപ്പൊടിയും പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ഉലുവയും കടുകും ഇല്ലേ, അതും കൂടെ ഞാൻ ഒന്ന് ഈ കല്ലിനകത്തിട്ട് പൊടിച്ചിട്ടുണ്ട്. അതും അങ്ങ് ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. ഞാനാണെങ്കിൽ മാങ്ങ അരിഞ്ഞപ്പോൾ അതിനകത്ത് ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ, അത് കാരണം ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ കായപ്പൊടിയും ചേർക്കണം, മാങ്ങ ചേർത്തിട്ട് കായപ്പൊടിയും ചേർക്കണം, പരുവത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് മോള് ട്യൂഷനിൽ പോയിട്ട് വന്നിട്ടുണ്ടേ. അവൾക്ക് 8:30 വരെ ഉള്ളായിരുന്നു. അന്നേരം പിന്നെ കാപ്പി കുടിക്കാൻ സമയമായത് കാരണം പിന്നെ അങ്ങ് ചപ്പാത്തി ഇട്ട് കേട്ടോ. ചപ്പാത്തി ചുടുന്ന സമയത്ത് തന്നെ ഞാൻ മോരിനുള്ളതും കൂടെ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. മോരെന്ന് വെച്ചാൽ പുളിശ്ശേരി, തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും തൈരും എല്ലാം കൂടെ ചേർത്ത് അരച്ച്. അപ്പം ഒഴിക്കാൻ വേറെ ഇല്ലല്ലേ, അപ്പം ഞാൻ വിചാരിച്ച് ഒരു മോരൂടെ കാച്ചാന്ന്. പിന്നെ ഞാൻ പാലങ്ങ് കാച്ചി വെക്കും. കാര്യം എന്ന് വെച്ചാൽ രാവിലെ കാച്ചി വെച്ച് തണുപ്പ് അത് ചൂടാറിയാലേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് നെയ്യ് എടുക്കും കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ പിന്നെ പാല് കാച്ചി വെച്ചിട്ട് നെയ്യെടുത്ത് അത് നെയ്യ് ഉണ്ടാക്കുന്നതേ, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി അപ്പോഴത്തേക്ക് മീനും പീര വറ്റിച്ചതും മോരും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊന്ന് കടുക് വറുത്തിടണേ. വറവിടുക എന്ന് പറയില്ലേ, അത് തന്നെ. മുളകും ചുമന്നുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചിട്ടതാണേ. അപ്പോഴത്തേക്ക് ഒരുവിധം ജോലിയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ചമ്മന്തിയും കൂടെ അരച്ചാൽ മതിയേ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ, ചമ്മന്തി അരയ്ക്കുന്നത്. ഇനി അപ്പോഴത്തേക്ക് ചേട്ടൻ ഇലയെല്ലാം വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വാട്ടണം. അടുപ്പ് ഒഴിഞ്ഞ് കിടക്കും കേട്ടോ, അപ്പോൾ അത് തീയുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് വാട്ടിയെടുക്കട്ടെ. ഇലയെല്ലാം വാട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതി കെട്ടാം. 3 പൊതിയാണ് കെട്ടേണ്ടത്. അപ്പം ചമ്മന്തിയുണ്ട്, മീനിൻ്റെ പീര വറ്റിച്ചതുണ്ട്, മോരുണ്ട്, അച്ചാറുണ്ട്, പിന്നെ തോരനുണ്ട്. ഇപ്പം എല്ലാം ചേർത്ത് നമുക്കൊരു പൊതി കെട്ടാം. ഈ പൊതി കെട്ടുമ്പോഴേ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലം ഓർമ്മ വരും അല്ലേ. പൊതിച്ചോറിനകത്തത് ആരും കാണത്തില്ലായിരിക്കേ. എല്ലാവരും ഒരു വട്ടമെങ്കിലും പൊതിച്ചോറ് സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കേ. ഞങ്ങളെ വീടിൻ്റെ അടുത്തായിരുന്നേ സ്കൂള്. അപ്പം
ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നാണ് ഉണ്ണുന്നത്. അതുകൊണ്ട് അങ്ങനെ ചോറ് ഉച്ചയ്ക്ക് കൊണ്ടുപോകാറേ ഇല്ല. പിന്നെ കൊതിയൊക്കെ തോന്നുമ്പോൾ അമ്മയോടൊക്കെ പറയുമ്പോൾ അമ്മ ഒരു പൊതിച്ചോറൊക്കെ കെട്ടിത്തരും നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനേ. അപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കും. ഈ പൊതിയെട്ട് കാണുമ്പോഴേ അതാ ഓർമ്മ വരുന്നത്.